ആരെ പെട്ടികളാക്കിക്കൊണ്ട് നമ്മുടെ ആര്യന്റെ ജിസലി പൊറോട്ട നാടകം തുടങ്ങി. മക്കളെ കൂടുതൽ ചാനലിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് പറഞ്ഞാലും ഞാനത് പുതിയ പുതിയ ബിഗ് ബാസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി വരും. അപ്പൊ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. എല്ലാവരെയും പൊട്ടന്മാരും മണ്ടന്മാരും വണ്ടികളുമാക്കി ജിസയിലും ആര്യനും തമ്മിലുള്ള തിരക്കഥ നടന്നുകൊണ്ടിരിക്കുക. ബിഗ് ബോസ് തുടങ്ങി 50ാമത്തെ സീസൺ ആയിക്കൊണ്ടിരുന്നപ്പോൾ ഇവർക്ക് മനസ്സിലായി പുറത്ത് ചിലപ്പം നെഗറ്റീവാണ് എന്ന് മനസ്സിലായി. അത് വൈൽഡ് കാർഡ് വന്നവർ പറഞ്ഞു കൊടുത്തു. അതുകൊണ്ട് ഇവരുടെ ഗെയിം ഒന്ന് മാറ്റി ചിന്തിക്കാൻ തുടങ്ങി. ഇവർ മറ്റുള്ളവരുടെ മുന്നിൽ ചെറിയ നിസ്സാര കാര്യത്തിന് ചായയുടെയും നമ്മുടെ ചപ്പാത്തിയുടെയും വിഷയത്തിൽ ആര്യനും ജിസയിലും തമ്മിൽ പിരിഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് ഇവർ തമ്മിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഇവർ തമ്മിൽ ഒരുമിച്ച് കൂടെ ഇവർ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. മറ്റുള്ളവരുടെ മുന്നിൽ എന്നിട്ട് ജിസയിലിൻ്റെ കുറ്റം ആര്യൻ അക്ബറോടൊക്കെ ചെന്ന് പറയുക. എന്നിട്ട് അവരുമായിട്ട് സംസാരിക്കുക. ഇതൊക്കെയാണ്. ആര്യൻ നല്ല ഗെയിമറാണൊക്കെ സമ്മതിച്ചു. പക്ഷെ ജിസയിലിൻ്റെ വാലാട്ടിയായിരിക്കും. അതോടുകൂടി ആര്യൻ്റെ ആൾക്കാരങ്ങ് വെറുത്തു. പിന്നെ ആര്യൻ്റെ ഭാഗത്ത് കുറേ ചീത്ത സ്വഭാവങ്ങളുണ്ട്. ജിസയിലും അതുപോലെ നല്ല ഇതുകൊണ്ട് ചീത്തയുണ്ട്. ആര്യനും അതുപോലെ തന്നെയാണ്. നല്ല ഗെയിമറാണ് രണ്ടുപേരും. പക്ഷെ പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇവർക്ക് നെഗറ്റീവ് അങ്ങോട്ട് കയറി വന്നു. ഗ്രൂപ്പിസവും ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ ഇവർക്ക് കട്ട നെഗറ്റീവായി. പക്ഷേ ഈ ആര്യന് ജിസേലുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ആര്യന് ഒരുപാട് ദോഷമാണ്. ജിസേലിൻ്റെ പ്രശ്നമൊന്നുമില്ല. ജിസേൻ അവിടെ നിലനിൽപ്പാൻ കാരണം തന്നെ ആര്യനാണ്. ജിസേനെ വെച്ചാൽ ഹിന്ദി ബിഗ് ബോസിലൊക്കെ വന്ന ഒരു ആളാണ്. മലയാളം ശരിക്കും അറിയത്തില്ല. പക്ഷേ ആര്യനായിട്ടുള്ള ആ കോമ്പോയും ഗ്രൂപ്പിസും കാരണമാണ് ജിസേൽ ഇപ്പോഴും അവിടെ പിടിച്ചു നിൽക്കുന്നത്. അത് സത്യസന്ധമായ ഒരു കാര്യമാണ്. എന്നാലും ഇവർ തമ്മിലുള്ള പൊറോട്ട നാടകമാണ് ഇപ്പോൾ നടന്നിട്ടിരിക്കുന്നത്. വേറെ ഒന്നല്ല, ഇവർ തമ്മിൽ നല്ല ബോണ്ടിങ്ങാണ്, നല്ല ടൈപ്പാണ് എല്ലാം. ഇവർ ഒരുമിച്ച് ഇരിക്കുമ്പോൾ നല്ലപോലെ സംസാരിക്കും. പിന്നെ ഇവർ നമ്മളെയൊക്കെ കാണിക്കാൻ വേണ്ടി ഇവർ ചെറിയൊരു സൗന്ദര്യപ്പണക്കമൊക്കെ അഭിനയിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നി. സത്യം പറഞ്ഞാൽ എനിക്കിത് കണ്ടിട്ട് ചിരിയാണ് വന്നത്. വേറെ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. നല്ല ചിരി വന്നു. നമ്മളെ പറ്റിക്കാനല്ല, നമ്മളെ കളിപ്പിക്കാനാണ് ഇവരിങ്ങനെയൊക്കെ ശ്രമിക്കുന്നത്. അല്ല വേറെ ഒന്നുമല്ല. എന്ന് വെച്ചാൽ ഓഡിയൻസിൻ്റെ ശ്രദ്ധ മാറ്റണമല്ലോ. ഇനി ഞങ്ങൾ തമ്മിൽ ശത്രുക്കളാണെന്നുള്ള വരുത്തി തീർക്കണമല്ലോ. പുറത്ത് കട്ട നെഗറ്റീവാണെന്ന് മനസ്സിലായതുകൊണ്ടായിരിക്കും ഗെയിം ചേഞ്ച് ചെയ്യുക. അതിന് മുന്നേ നമ്മുടെ ആര്യൻ നമ്മുടെ അക്ബറോട് പറയുന്നുണ്ട്, എനിക്കിനി ഗെയിം ചേഞ്ച് ചെയ്യാൻ സമയമായി എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടൊക്കെ ആയിരിക്കാം ആര്യനിപ്പം പതിയെ ഒന്ന് അകന്നു നിൽക്കാൻ. എന്നാലും അവർ തമ്മിൽ നല്ല ബോണ്ടിങ്ങാണ്, ടൈപ്പാണ്. അവർ പിണങ്ങിയിട്ടൊന്നുമില്ല. പക്ഷേ നാട്ടുകാരെ നമ്മളെയൊക്കെ കാണിക്കാൻ, ബിഗ് ബോസിലുള്ളവരെയൊക്കെ കാണിക്കാൻ ഒരു പൊറോട്ട നാടകമാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമ്മളാരും മണ്ടന്മാരോ പൊട്ടന്മാരോ ഒന്നും അല്ലല്ലോ. നമുക്കെല്ലാവർക്കും ബുദ്ധിയുള്ളവരല്ലേ, നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ എൻ്റെ ഈ കൊച്ചിയുടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ബൈ.